തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ 5 പേരുടെ കൂട്ടക്കൊലയിൽ വിറങ്ങലിച്ച് നാട്. ഇപ്പോൾ പോലീസ് പ്രതി അഫാന്റെ മൊഴിയെടുക്കുകയാണ്. അഫാൻ ലഹരി ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു. ഏത് തരം ലഹരിയാണ് പ്രതി ഉപയോഗിച്ചതെന്ന് പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂ. 1 മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നതായി ഡോക്ടേഴ്സിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. മെഡിസിൻ, മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെട്ട സംഘം അഫാനെ പരിശോധിക്കും. ഗുരുതരാവസ്ഥയിലുള്ള അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയായി. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി. അലക്സ്, ഏറ്റവും ഒടുവിലായി ഇപ്പോൾ പോലീസ് കൂടുതൽ സ്ഥിരീകരിച്ച് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ മോട്ടീവിലേക്ക് എത്താൻ, അതെന്ത് എന്നതിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, സംശയങ്ങൾ മാത്രമാണ്. നിറയെ സംശയങ്ങൾ അങ്ങനെ നിൽക്കുന്നു, ദുരൂഹതകൾ അങ്ങനെ നിൽക്കുന്നു. ചില സംശയിക്കാവുന്ന കാരണങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. അതാണ് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഒന്ന് ഈ പ്രണയവുമായി ബന്ധപ്പെട്ട, ഫർസാനയുമായി ബന്ധപ്പെട്ട വീട്ടുകാർക്കുള്ള എതിർപ്പിനെ തുടർന്ന് കലാശിച്ചതാകാം ഈ കൂട്ടക്കുരുതിയിലേക്ക് എന്ന ഒരു വിലയിരുത്തലുണ്ട് പോലീസിന്. മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കടബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യം. അഫാൻ അങ്ങനെ കടബാധ്യതയുണ്ടായിരുന്നതായി അങ്ങനെ പറയപ്പെടുന്ന, അങ്ങനെ പല മൊഴികളും ലഭിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ കടബാധ്യത അയാൾക്കുണ്ടായിരുന്നത്, അത് വീട്ടാനുള്ള പരിശ്രമം ആരംഭിച്ചിരുന്നു. പലരിൽ നിന്നും, ഉറ്റ ബന്ധുക്കളിൽ നിന്നടക്കം ആഭരണങ്ങളടക്കം അതിനുവേണ്ടി ചോദിച്ചിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി നിലനിൽക്കുന്നുണ്ട്. മറ്റൊന്ന് ലഹരി ഉപയോഗം, ലഹരിയുടെ സ്വാധീനം ഇതിലുണ്ടോ എന്നുള്ള കാര്യമാണ്. ഈ പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള കാര്യം പോലീസ് പറയുന്നില്ല. കൂടുതൽ പരിശോധന വേണം. ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമായിരിക്കും അതിനെ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ എന്ന് പോലീസ് പറയുന്നു. ഇന്നലെ രാത്രി 8 മണി മുതൽ അഫാൻ, അതായത് എലിവിഷം കഴിച്ചു എന്ന് ഇയാൾ പറഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് നിലവിൽ അഫാൻ ഉള്ളത്. ഇയാൾ ഇന്നും പതിവ് പോലെ, ഇന്നലത്തെ പോലെ തന്നെ ചികിത്സയോട് വേണ്ടത്ര പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നിർബന്ധിച്ചാണ് പോലീസ്, ഡോക്ടേഴ്സ് ചികിത്സ ഇയാൾക്ക് നൽകുന്നത്. ഇയാളുടെ ചികിത്സയ്ക്കായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവിക നടപടിയാണ്. അതുമാത്രമല്ല, ഇയാൾ ഇന്ന് ഡോക്ടേഴ്സിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ കഴിഞ്ഞ 1 മാസമായി മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന് ഡോക്ടേഴ്സിനോട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അഫാൻ്റെ ഡോക്ടേഴ്സിനോടുള്ള മൊഴി. അതത്ര കണ്ട് വിശ്വസിക്കണമെന്ന്, വിശ്വസനീയമാണോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇയാളുടെ ഈ മനോനിലയടക്കം പരിശോധിക്കുന്നതിന് വേണ്ടി മെഡിസിൻ്റെയും അതുപോലെ മനോവിദഗ്ധരുടെ അടക്കം, മനഃശാസ്ത്രജ്ഞരുടെ അടക്കം ഉള്ള ടീമിന് രൂപീകരിച്ചിട്ടുണ്ട്. അവർ ആ പരിശോധന നടത്തും. ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, ഏതാണ്ട് 3 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അഫാന്റെ മൊഴി രേഖപ്പെടുത്തുകയാണ്. അയാൾ സ്റ്റേബിളാണ്, അയാളുടെ ആരോഗ്യനില വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സും അതുപോലെ പോലീസും ഒക്കെ വിലയിരുത്തുന്നത്. സംസാരിക്കുന്നുണ്ട്, ക്ഷീണിതനൊന്നുമല്ല. അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്. പക്ഷേ അങ്ങേയറ്റം അസ്വസ്ഥത അയാൾ പ്രകടിപ്പിക്കുന്നു, ആശുപത്രിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടേഴ്സും അതുപോലെ പോലീസും പറയുന്നത്. ആ മൊഴിയെടുക്കൽ അവിടെ നടക്കുന്നുണ്ട്. അതായത് കാഷ്വാലിറ്റിക്കുള്ളിലെ അയാൾ കിടക്കുന്ന 1-ാം നിലയിലെ 32-ാം വാർഡിൽ ആ മൊഴിയെടുക്കൽ നടക്കുന്നുണ്ട്. പുറത്ത് ജനത ഈ മോർച്ചറിയിലാണുള്ളത്. ഓരോരുത്തരുടെയായ മൃതദേഹം, അതായത് ഈ കൂട്ടക്കുരുതിക്കിരയായ അഫാൻ്റെ ഓരോ ഉറ്റ ബന്ധുക്കളുടെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുഞ്ഞനുജൻ അഫ്സാൻ്റെ മൃതദേഹം മാത്രമാണ് ഇവിടേക്ക് എത്തിക്കാനുള്ളത്. ഗോകുലം മെഡിക്കൽ കോളേജിൽ അഫ്സാൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട്. അല്പം മുമ്പാണ് അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീഗം, ഒപ്പം ഈ പിതാവിൻ്റെ മാതാവായ സൽമ ബീവി, അതുപോലെ തന്നെ പ്രണയിനി, പെൺസുഹൃത്തായ ഫർസാന എന്നിവരുടെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ചത്, പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എത്തിച്ചത്. അവിടേക്ക് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ ഓരോ പോസ്റ്റ്മോർട്ടത്തിന് വേണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സമയമെടുക്കും. അങ്ങേയറ്റം ക്രൂരമായ കൊലപാതകമായിരുന്നു അനുജ. അതായത് ഇൻക്വസ്റ്റ് നടപടികൾ തന്നെ അത് വളരെ വ്യക്തമാണ്. അതായത് നെഞ്ചിന് മുകളിലേക്കും കഴുത്തിന് മുകളിലേക്കും തലയിലും മുഖത്തുമൊക്കെ ചുറ്റികൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു, പല തവണയായി ആഞ്ഞടിക്കുകയായിരുന്നു. എന്താണെങ്കിലും ഈ 5 പേരുടെയും സംസ്കാര നടപടികൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാകും എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതെ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, അങ്ങനെയെങ്കിൽ അത് ഏത് ലഹരി എന്നൊക്കെയുള്ളതിൽ പരിശോധനകൾ പോലീസ് നടത്തും. മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് മാത്രമാണോ എന്നതിൽ പോലീസിന് ഒരു സംശയമുണ്ട്. അതിൽ വിദഗ്ധ പരിശോധനകൾ നടക്കും.